പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ വചനത്തിൻ്റെ നന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത്, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം എനിക്ക് തരാത്തത്. പരീക്ഷയിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും എല്ലായ്പ്പോഴും നമ്മുടെ കുഞ്ഞ് വിജയിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പാപം കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ പ്രാർത്ഥനകൾക്ക് അതുകൊണ്ടാണ് ഉത്തരം ലഭിക്കാത്തത്. മറ്റുള്ളവരൊക്കെ പരീക്ഷയിൽ പ്രാർത്ഥിച്ചില്ലെങ്കിലും വിജയിക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിക്കാതെ വരുമ്പോൾ, വിദേശത്ത് പോകാനുള്ള പ്രാർത്ഥന, അത് കുറേ നാളുകളായിട്ടും ആ പ്രാർത്ഥന കേൾക്കുന്നില്ല. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടനടി മറുപടി കിട്ടിയില്ല എങ്കിൽ നാം പലപ്പോഴും നിരാശയിലാകാറുണ്ട്. പ്രാർത്ഥനയൊക്കെ നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട്. ആ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരാത്തതിനാൽ പ്രാർത്ഥന നിർത്തി മറ്റു വഴിയെ പോകുന്നവരുണ്ട്. അപ്പം ഞാനും എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ചില പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രാർത്ഥനകൾക്ക് കാലതാമസം നേരിടുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും ദൈവം കേൾക്കുന്നുണ്ട്. അതിൻ്റെ നന്മ ഏതാണ്, തിന്മ ഏതാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് നാം കുറച്ചും കൂടി നമ്മൾ യേശുവിനെ പോലെ ആകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദൈവം കുറച്ച് കാലതാമസം അല്ലെങ്കിൽ ചില തോൽവികൾ നമുക്ക് അനുവദിച്ച് തരുന്നതാണ്. അപ്പോൾ ഈ തോൽവികളിലൂടെ നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓരോ സഹനങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നാം കൂടുതൽ നമ്മുടെ സ്വർഗീയ പിതാവുമായിട്ട് അടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അകലുകയല്ല. നിരന്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നാം ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, അത് എന്തെങ്കിലും ശാപം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പൂർവികരുടെ ശാപങ്ങൾ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു ഭാഗ്യമില്ലാത്തവളാണ്, ഒരു ഭാഗ്യമില്ലാത്തവനാണ്. മാതാപിതാക്കന്മാരാണെങ്കിൽ പറയും, ഞങ്ങളുടെ ദോഷം കൊണ്ടാണ് നിങ്ങൾക്കും നന്മയൊന്നും വരാത്തത്. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പ്രശ്നങ്ങളെ നോക്കി വിലപിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബിൽ നിന്നൊക്കെ ഒത്തിരി വചനങ്ങൾ, നമ്മുടെ ഡാനിയലച്ഛൻ്റെയും പനിക്കലച്ഛൻ്റെയൊക്കെ വചനങ്ങൾ കേട്ട് അതിൽ നിന്നൊക്കെ ഒത്തിരി നമുക്ക് വചനം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളാണ് ഈ സഹനങ്ങൾ. കാരണം നമ്മൾ ദൈവത്തെ പോലെ ആകുന്നതിന് വേണ്ടിയിട്ട് സ്വർണ്ണമഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെയും സഹനത്തിൻ്റെ ചൂളയിലൂടെ കർത്താവ് വാർത്തെടുക്കും. ഇനിയും എന്തെങ്കിലും ശാപം കൊണ്ടാണ് ഞങ്ങൾക്കിത് സംഭവിക്കുന്നത്, ഒന്നും ശരിയാകാത്തത്, എന്താഗ്രഹിച്ചിട്ടും നടക്കാത്തത് എന്ന് വിചാരിക്കുന്നവർക്ക് ഇങ്ങനെ ശാപത്തെ ഭയപ്പെടുകയും, അല്ലെങ്കിൽ പൂർവികന്മാരുടെ പാപങ്ങൾ കൊണ്ട് നമുക്കുണ്ടായ കുഴപ്പങ്ങളാണിതൊക്കെ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനം ഗലാത്തി 3:13, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്നെഴുതിയിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിലേക്ക് പിറന്ന് ഈ ലോകത്തിൽ ജീവിച്ച് 33 വർഷക്കാലം ദൈവപുത്രനായ യേശു ഈ ലോകത്തിൽ ജീവിച്ചു. പിന്നീട് ക്രൂശിൽ മരിച്ചു, ഉത്ഥാനം ചെയ്തു, ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
ഇപ്പോൾ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ, ക്രിസ്തു ക്രൂശിൽ മരിച്ചത് വഴിയായിട്ട് നമ്മുടെ മേലിനി ഒരു പാപം, ഒരു ശാപവും നമ്മുടെ മേലില്ല. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ഈ ഒരു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയും നിങ്ങളുടെ മനസ്സിൽ, ഇത് കേൾക്കുന്ന ആരുടെയെങ്കിലും മനസ്സിൽ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ശാപം കിട്ടിയത് കൊണ്ടാണ് എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ആ ഒരു ചിന്ത ഈ ഒരു വചനത്തിൽ നിന്നും മാറ്റി, ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ ജീവൻ വെടിഞ്ഞത്, എനിക്ക് വേണ്ടിയാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്, യേശു ഏകരക്ഷകനാണെന്ന വിശ്വാസം, ആ ഒരു ബോധ്യം ഹൃദയത്തിൽ ഉറപ്പിച്ച് ക്രിസ്തുവിൻ്റെ മരണം വഴി നമുക്ക് രക്ഷയുണ്ട്, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വഴി നമുക്ക് രക്ഷ ലഭിച്ചു എന്ന് പൂർണ്ണമായും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചിന്തകളിൽ നിറയെ വചനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.